കാസർഗോഡ് ജില്ലയിൽ +2 പരീക്ഷയ്ക്ക് 71.72% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വിജയ ശതമാനത്തിൽ വർധനവുണ്ടായെങ്കിലും കാസർഗോഡ് ജില്ല ഇത്തവണ സംസ്ഥാനത്ത് വിജയ ശതമാന നിരക്കിൽ ഏറ്റവും പിന്നിലായി മാറി. സംസ്ഥാനത്ത് 77.97% വിജയം. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ +2 പരീക്ഷയ്ക്ക് 71.72% വിജയം. 103 സ്കൂളുകളിലായി 16,432 പേർ രജിസ്റ്റർ ചെയ്തതിൽ 16,173 പേർ പരീക്ഷ എഴുതി. ഇതിൽ 11,599 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ വർധനയുണ്ടായെങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും പിന്നിലാണ് കാസർഗോഡ് ജില്ല. കഴിഞ്ഞ വർഷം 71.09% വിജയം. ഇത്തവണ 0.63% വർധനവുണ്ട്. തൊട്ടടുത്ത കണ്ണൂർ ജില്ലയിൽ 80.95% വിജയം. സംസ്ഥാനത്തെ ശരാശരിയായ 77.97%-ത്തേക്കാളും 6.25% കുറവാണ് ജില്ലയിലെ വിജയം. ഇത്തവണ നേരിയ വർധനയുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജില്ലയിൽ വിജയ ശതമാനം കുറഞ്ഞു വരികയായിരുന്നു. എന്നാൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഇക്കുറി 998 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം അത് 932 പേർക്കായിരുന്നു. 2 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ ജില്ലയിലെ വിജയ ശതമാനം 42.2%. 1416 പേർ രജിസ്റ്റർ ചെയ്തതിൽ 1365 പേർ പരീക്ഷ എഴുതി. ഇതിൽ 576 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 3 പേർക്ക് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചു. 4.55% വിജയം മാത്രമുള്ള GHSS കല്യോട്ടാണ് വിജയ ശതമാന നിരക്കിൽ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും പിന്നിൽ. 44 പേർ പരീക്ഷ എഴുതിയ ഇവിടെ 2 പേർ മാത്രമാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 0% വിജയം നേടിയ ഏറ്റുമാനൂർ വെട്ടിമുകൾ മംഗളം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പിന്നിലാണ് ഈ സ്കൂൾ. 2 പേർ പരീക്ഷ എഴുതിയ അവിടെ ആരും വിജയിച്ചില്ല. മംഗളം പക്ഷേ അൺഎയ്ഡഡ് സ്കൂളാണ്. GHSS അടൂർ 28.79, GHSS ഷിറിയ 18.3, MIC HSS ചട്ടഞ്ചാൽ 11.76, GHSS പൈവളികെ 17.7 എന്നിവിടങ്ങളിൽ 30%-ത്തിൽ താഴെയാണ് വിജയം. MIC ചട്ടഞ്ചാലിൽ 17 പേർ പരീക്ഷ എഴുതിയതിൽ 2 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതാണ് ഇവിടെ ശതമാനം ഉയരുവാൻ കാരണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.